സാറേ, ബോച്ചയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് CPM-ന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ. അദ്ദേഹം കുറച്ചുനാൾ വിശ്രമത്തിലായിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹത്തെ പല പാർട്ടിക്കാരും തങ്ങളിലേക്ക് ക്ഷണിക്കുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒന്ന് ഉണർന്ന് ബോച്ചയ്ക്കെതിരെ ആഞ്ഞടിച്ചു. ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങി ഓടുമോ? അല്ല, ഈ സുധാകരന് ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്. സുധാകരൻ ഒരു ധർമ്മിഷ്ഠനാണ്. എവിടെ അനീതി കണ്ടാലും ചോദിക്കുന്ന ആളാണ്. അതിനുള്ള ചങ്കുറപ്പുണ്ട്, നട്ടലിന് ഉറപ്പുമുണ്ട്. നട്ടല് പിന്നെ നിവർന്ന് നിൽക്കാനുള്ളതാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഇടം കാണിക്കാനുള്ളതാണെന്നും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മറ്റ് പലരുടെയും പ്രസ്ഥാനത്തിലുള്ളവരുടെ നട്ടലെന്ന് പറയുന്നത് വാഴപ്പിണ്ടിയായിരിക്കും. ഇദ്ദേഹം അങ്ങനെയല്ല. ഈ ബോച്ചോയെ അല്ലേ, ആ പ്രശ്നത്തിൽ ബോച്ചയ്ക്ക് എതിരായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അത് നമ്മുടെ പിണറായിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലാത്തിനും തൊടുന്നതിനെല്ലാം കേരളം ഒന്നാമതാണ്, മുമ്പിലാണ് എന്ന് പറയുന്നു. ഇത് മുമ്പിലാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ മുമ്പ് പറഞ്ഞ കാര്യം കേരളം മുമ്പിലാണ്, ഒന്നാമതാണ് എന്നൊക്കെ പറയുമല്ലോ. അത് LDF സർക്കാർ വന്നതിന് ശേഷമാണ് കേരളം നമ്പർ 1 ആണ്, എല്ലാം ശരിയാക്കും, എല്ലാം ശരിയായി, ഇനിയും ശരിയാക്കും അല്ലേ എന്നൊക്കെയുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ അറിയപ്പെട്ടത്. അത് അവരുടെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യമാണ്. അതിനെയും കൂടെ അതിനിടയ്ക്കൂടെ സമയം കിട്ടിയപ്പോൾ ഇട്ടങ്ങ് കൊളുത്തി കൊടുത്തു. ഈ അമ്പലപ്പുഴക്കാരനാണ്. അവിടെ ഉള്ളവർക്ക് അല്പം ഹാസ്യമൊക്കെ ഉണ്ടെന്നുള്ളത്. കുഞ്ചൻ നമ്പ്യാർ ഏറെക്കാലം അമ്പലപ്പുഴയിൽ കഴിഞ്ഞ ആളാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ആ പരിസരത്തൊക്കെ അതിൻ്റെ ഒരു അംശമൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൊടുക്കേണ്ടിടത്ത് മർമ്മത്തിലെടുത്തിട്ട് കൊടുക്കാൻ ആർക്ക് സുധാകരന് അറിയാം. അദ്ദേഹം വളരെ തൻ്റെ ഇടത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കവിഹൃദയമുള്ള ആൾ കൂടിയാണല്ലോ സുധാകരൻ. അപ്പോൾ എന്തായാലും ഇപ്പം ബോച്ചയും ഹണി റോസുമാണ് കേരളത്തിലെ സജീവമായിട്ട് നിൽക്കുന്ന വിഷയം. അതിൽ പക്ഷേ ഇതേ ആവേശം എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേ സിനിമാ പുങ്കവന്മാർ നമ്മുടെ മലയാള സിനിമയിലെ നടികളെയും അതുപോലെ സിനിമയിലേക്ക് അവസരം തേടി വന്നവരെയും ഒക്കെ ലൈംഗിക ഇതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ കൃത്യമായി ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് പുറത്തു വരാൻ തന്നെ വൈകി എന്നുള്ളതാണ്. ഏറെക്കാലം അതിന് മുകളിൽ കയറി അടയിരുന്നു. പുറത്തു വന്നിട്ടോ രക്ഷപ്പെടുത്തേണ്ടവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവരെ കേസ് കൊടുത്തവൻ്റെ പേരിൽ ആരെങ്കിലും രാജിവെക്കുകയോ എന്തെങ്കിലും ചെയ്തോ? മുകേഷ് രാജിവെക്കുമെന്നല്ലേ കരുതിയത് എല്ലാവരും. മുകേഷിനെയും അവർ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഇവിടെ ബോച്ചയോടുള്ള ദേഷ്യം കാണിക്കാൻ എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ബോച്ച ചെയ്തത് എന്തായാലും അത് നമ്മുടെ ഒരു സദാചാര നിയമം അനുസരിച്ച് ശരിയല്ല. പിന്നെ അയാളുടെ ഒരു പ്രകൃതം അങ്ങനെയാണ്. പക്ഷേ ആ പ്രകൃതം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രകൃതം കേരളത്തിലുള്ള പൊതുജനം മുഴുവൻ അംഗീകരിക്കണമെന്നും പറയുന്നതും അതോടൊപ്പം തന്നെ ഈ സുധാകരന്റെ വാക്ക് മറ്റൊരു കാര്യം, ആലപ്പുഴയിലാണെങ്കിൽ അടിക്കുമായിരുന്നു എന്നാണ്. അതെ, ആലപ്പുഴയിലായിരുന്നു അടി പറ്റിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ സുധാകരൻ അങ്ങനെ പറയാം. ആലപ്പുഴയിൽ അടി പറ്റിക്കുമെന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കുമെന്നാണോ? സുധാകരൻ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ അടി കൊടുക്കും, ശരിയാണ്. ഈ പോക്കൃതരം കാണിക്കുന്നവനെ പിന്നെ താരാട്ട് പാടാൻ പറ്റുമോ? അവരെ അടി കൊടുക്കും. സുധാകരൻ ആലപ്പുഴയിലെ മുതിർന്ന നേതാവാണ്. അപ്പൊ ഇനി ബോച്ചയ്ക്ക് ആലപ്പുഴ കയറാതെ ആ ജില്ല ഒഴിവാക്കി യാത്ര ചെയ്യേണ്ടി വരുമോ? സുധാകരൻ ഈ ബോച്ചയെ ചീത്ത വിളിച്ചെങ്കിലും ഉണ്ടല്ലോ, അത് മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത്? CPM-നകത്ത് കുറേ ശശിമാരില്ലേ, അവർക്കും കൂടെ കൊടുത്തതാണ്. അതാണ് അവസരം നോക്കിയിരിക്കുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഈ കുഞ്ചൻ നമ്പ്യാർ ഏറെക്കാലം അതിലും വേറെ പ്രശ്നമുണ്ട്. സ്വന്തം പാർട്ടിയിൽ പീഡനം ഉണ്ടാകുമ്പോൾ തീവ്രത അളക്കാനായി ഒരു കമ്മിറ്റിയെ വെക്കുകയും മറ്റ് ഈ പ്രശ്നം വരുമ്പോൾ അടിക്കണം പിടിക്കണം എന്ന് പറഞ്ഞത് ശരിയാണോ? തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറയുകയുണ്ടായി അല്ലേ. പാർട്ടിക്കകത്ത് കോടതിയുണ്ട് എന്നൊക്കെ ആരാണ്? ജോസഫൈനല്ലേ പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുഞ്ചൻ നമ്പ്യാർ ഏറെക്കാലം അമ്പലപ്പുഴ രാജാവിൻ്റെ അടുക്ക കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഈ മർമ്മത്തിൽ കൊള്ളുന്നതാണ്. ദ്വയാർത്ഥത്തോടുകൂടി ചില ഹാസ്യമൊക്കെ അങ്ങോട്ടേക്ക് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്പ്യാരുടെ ആ ഒരു ഇതങ്ങനെ ആ അമ്പലപ്പുഴയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ അതേ രീതിയിൽ
കൊടുക്കേണ്ടിടത്ത് കൊടുക്കാൻ വേണ്ടി ബോച്ചോയെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM-ൽ ഇത്തരത്തിലുള്ള പീഡന വീരന്മാരുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. CPM-ൽ ആലപ്പുഴയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇത്തരം പീഡന വീരന്മാരുള്ളപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി കൈക്കൊള്ളുമ്പോൾ ആ സമയമൊന്നും ഈ ആവേശം കാണാറില്ലല്ലോ. അതെ, അതൊക്കെ കൊണ്ടാണല്ലോ സുധാകരൻ ഇത് ആക്കിക്കൊണ്ടുള്ളൊരു വർത്തമാനം നടത്തിയിരിക്കുന്നത്. കാരണം അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാം കേരളം നമ്പർ 1 ആണല്ലോ, ഒന്നാമതാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമ്മളറിയാം CPM-നകത്ത് ശശിമാർ ഒരുപാടുണ്ട് അല്ലേ. അതിൽ ഒരു ശശിയുടെ പീഡനത്തിൽ പാർട്ടിയുടെ അന്വേഷണം തന്നെ നടന്നു. പാർട്ടിക്ക് കോടതിയൊക്കെ ഉണ്ടെന്നല്ലേ ജോസഫൈൻ പറഞ്ഞിട്ടുള്ളത്. അതെന്നിട്ട് ആ പാർട്ടിയുടെ അന്വേഷണത്തിൽ എന്താണ് വ്യക്തമായത്? പീഡനം അളന്ന് തിട്ടപ്പെടുത്തി തീവ്രമല്ലാത്ത പീഡനം എന്നാണ്. അത് നമ്മൾ ഈ തീവ്രത കുറഞ്ഞ ഈ ഭൂകമ്പം, കാറ്റ് എന്നൊക്കെയാണ്, കാലാവസ്ഥയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് പാർട്ടി വിധി എഴുതുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ചിലപ്പോൾ തീവ്രത കുറഞ്ഞ ചിലപ്പോൾ എന്തെങ്കിലും വർത്തമാനമെന്ന് പറഞ്ഞ് മാറ്റാനുള്ള സാധ്യത ഇല്ല. ഈ ബോച്ചെ എന്തായാലും ഒരു CPM-നോടൊരാഭിമുഖ്യം കാണിച്ച് നിൽക്കുന്നതല്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ രായ്ക്ക് രാമാനം പിടിച്ച് അകത്തിട്ടതെന്നുള്ളതാണ്. എന്തായാലും ഈ സുധാകരന് ഈ കിട്ടിയൊരവസരത്തിൽ പാർട്ടിക്കും ഒരു കുത്തു കൊടുത്തുകൊണ്ടാണ്. കാരണം ഈ ആലപ്പുഴ ജില്ലയിൽ CPM-നകത്ത് തന്നെ ഈ നിരവധി പാർട്ടി പ്രവർത്തകരുടെ നിരവധി പീഡന സംഭവങ്ങളൊക്കെ പുറത്തു വന്നത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കാണ്. അങ്ങനെ പാർട്ടിയിൽ മൊത്തത്തിൽ പ്രശ്നമുള്ള ഒരു ജില്ലയാണ്. വിഭാഗീയതയും പലരും പാർട്ടി വിട്ടു പോകുകയും, ഇപ്പോൾ കണ്ടില്ലയോ പ്രതിഭാകരിയുടെ മകൻ്റെ കയ്യിൽ കഞ്ചാവ് അല്ലേ, അതിനെ ചിലർ അനുകൂലിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ സുധാകരൻ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സുധാകരൻ കാര്യങ്ങൾ എന്തായാലും അങ്ങനെ വെറുതെ അങ്ങ് പറയുന്ന ഒരാളല്ല. അദ്ദേഹം ചില കാര്യങ്ങൾ വിശദമാക്കി മനസ്സിൽ അത് കുറിച്ചിട്ടിരിക്കുകയാണ്. അത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഈ പണ്ട് നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ത്രീ പീഡകന്മാർ ഇവന്മാരുടെയൊക്കെ ഇവരെ കൈകളിൽ അല്ലേ കയ്യാമം വെച്ചുകൊണ്ട് നടത്തിക്കണം ഈ നരാധമന്മാർ എന്നൊക്കെയാണ് VS പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ പിണറായി അത് അനുസരിക്കുകയായിരിക്കാം ഒരുപക്ഷെ ചെയ്യുന്നത്. ഈ ബോച്ചോയെ ഇങ്ങനെ ജയിലിൽ കിടത്തി അല്ലേ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ പാർട്ടിക്കാരിയായ മഞ്ജുഷയ്ക്ക് പോലും നീതിയില്ല നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. അതിനിടയിലാണ് ഹണി റോസുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ഹണി റോസ് CM-നെ വന്ന് നേരിട്ട് കണ്ടെന്നല്ലേ പറയുന്നത്. അദ്ദേഹം അതിനുള്ള സമയവും കൊടുത്തു എന്നുള്ളതാണ്. മറിച്ച് മഞ്ജുഷ ഇനിയിപ്പോൾ സമയം ചോദിച്ചു നോക്ക്, കിട്ടുകയുമില്ല അല്ലേ. മഞ്ജുഷയുടെ ആ വിഷയത്തിൽ അത് എല്ലാവരും പാർട്ടിയെ അന്ന് കൈയൊഴിഞ്ഞ് വിട്ടിരിക്കുകയാണ്. പെരിയ കൊലക്കേസിലെ പ്രതികളെ കാണാനായിട്ട് PK ശ്രീമതിയും PP ദിവ്യയും കൂടെ അവിടെ ജയിലിൽ പോയിട്ട് തിരികെ ഇറങ്ങുന്ന ചിത്രം ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, PP ദിവ്യയൊക്കെ ക്ലീൻ ഇമേജിലെത്തിയില്ലേ? PP ദിവ്യ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ 2026 കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് നിൽക്കും, അവിടെ നിന്ന് വിജയിച്ചു വരും. കാരണം കല്യാശ്ശേരി മണ്ഡലം എന്ന് പറയുന്നത് ഏത് കുറ്റിച്ചൂലിനും CPM-ൽ ജയിക്കാനുള്ള ഒരു സേഫ് ഇടമാണ്, ഒരു കോർണർ തന്നെയാണ്. അവിടെ ആയിരിക്കും PP ദിവ്യ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരാനും പോകുന്നത്. അതൊക്കെ പോട്ടെ. ഇപ്പം എന്തായാലും ബോച്ചയെ ഇപ്പം 4 വഴിക്കൂടെ ഇട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മുടെ സുധാകരൻ്റെ ഈ വാക്കുകൾ തന്നെ മതി ബോച്ചെ വീഴാൻ. ആലപ്പുഴയിലെങ്ങാനുമായിരുന്നെങ്കിൽ അടിച്ചവൻ്റെ റെഡിയാക്കുമെന്നല്ലേ സുധാകരൻ പറയുന്നത്. സുധാകരനെ കാണാൻ അവസരവുമില്ല. അതെ, ഫോണില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ തൻ്റെ പഴയ ഫോണായിരിക്കുന്നത്, അതിനകത്ത് ഈ കുന്തമൊന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ്. അത് ശരിയായിരിക്കും കേട്ടോ. സുധാകരൻ CPM-ലെ മന്ത്രിമാരിലൊക്കെ വളരെ ഈ നമ്മുടെ രാധാകൃഷ്ണനെ പോലെയും CPI-ലെ മന്ത്രി P പ്രസാദിനെ പോലെയൊക്കെ ലാളിത്യമുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ മന്ത്രിമന്ദിരത്തിൽ കഴിയുന്ന സമയത്തും കുടുംബത്തോടൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു.
അദ്ദേഹം എല്ലാ വീക്കെൻഡുകളിലും അങ്ങ് നാട്ടിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പൊതുമരാമത്ത് വകുപ്പല്ലേ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അഴിമതി ഉള്ള ഒരു മന്ത്രിയെ അല്ലെന്നുള്ളതാണ്. കാര്യങ്ങളിൽ വ്യക്തമായ ഇടപെടലും നടത്തുന്നു. അതുകൊണ്ടാണല്ലോ ഇത്തരം തൻ്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി നിന്ന് പറയാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്.